നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 പലരും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഭഗവാനെ ധ്യാനിക്കാറുണ്ട്. ചിലർ ഭഗവാനായി ഭക്ഷണത്തിൻ്റെ കുറച്ച് ഭാഗം പാത്രത്തിലോ ഇലയിലോ മാറ്റിവെക്കാറുണ്ട്. ഭഗവാന് നിവേദ്യം എന്ന സങ്കല്പത്തിലാണ് ഇങ്ങനെ മാറ്റിവെക്കുന്നത്. ഇതിൻ്റെ പുറകിൽ ധാർമ്മിക കാരണത്തിന് പുറമെ ശാസ്ത്രീയ കാരണവുമുണ്ട്. ഭഗവത്ഗീതയുടെ 3-ാം അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, വ്യക്തിയെ ഒഴിവാക്കി യജ്ഞം ചെയ്ത് ഭോജനം കഴിച്ചാൽ അത് അപഹരിച്ച അന്നം കഴിക്കുന്നതിന് സമാനമാണ് എന്ന്. ഇതിൻ്റെ അർത്ഥം ഏത് വ്യക്തി ഭഗവാൻ അർപ്പിതമല്ലാതെ ഭോജനം കഴിക്കുന്നുവോ അവർ അന്നം തരുന്ന ഭഗവാന്റെ അന്നത്തെ തന്നെ മോഷ്ടിക്കുന്നവനാണ്. അത്തരം വ്യക്തികൾക്ക് ശിക്ഷ ലഭിക്കുന്നു. അന്യരുടെ വസ്തുക്കൾ കക്കുന്നവർക്ക് കിട്ടുന്ന ശിക്ഷ. ഭഗവാനെ കൂടാതെ ഭുജിക്കുന്നത് ജലമൂത്രത്തിന് തുല്യമാണെന്ന് ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയുന്നു. അതുകൊണ്ട് ശാന്തമായ മനസ്സോടെ മാത്രമേ കഴിക്കാവൂ. അശാന്തമായ മനസ്സോടെ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാൻ പ്രയാസമാകും. അത് ആരോഗ്യത്തിന് വിപരീത ഫലമുണ്ടാക്കും. അതുകൊണ്ട് മനഃശാന്തിക്കായി ഭക്ഷണം കഴിക്കും മുമ്പ് ഭഗവാനെ സ്മരിച്ച് അല്പം ഭക്ഷണം ഭഗവാനായി സമർപ്പിച്ചുകൊണ്ട് കഴിക്കാൻ ആചാര്യന്മാർ ഉപദേശിക്കുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കിം ഭാഗ്യം ദേഹവതാമാരോഗ്യം കഭലി കൃഷികൃത് കസ്യ ന പാപം ജപതഃ കപൂർണോയ പ്രജാവാൻ സ്യാത്. കിം ഭാഗ്യം ദേഹവതാമാരോഗ്യം കഭലി കൃഷികൃത് കസ്യ ന പാപം ജപതഃ കപൂർണോയ പ്രജാവാൻ സ്യാത്. ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ 52-ാം ശ്ലോകത്തിലെ ചോദ്യം ദേഹമുള്ളവർക്ക് ഭാഗ്യം എന്താണെന്നാണ്. ആരോഗ്യമെന്നാണ് ആചാര്യൻ്റെ മറുപടി. എല്ലാ ഐശ്വര്യങ്ങളും സമൃദ്ധിയും പുരുഷാർത്ഥ പ്രയത്നം കൊണ്ടാണെന്നിരിക്കെ ഭാഗ്യം എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് വിവരിക്കുകയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം
വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ഉൾപ്പെട്ട പ്രശ്നോത്തര രത്നമാലികയിൽ 52-ാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ ചോദിച്ചു, കിം ഭാഗ്യം ദേഹവതാം, ദേഹമുള്ളവർക്ക് ഭാഗ്യം എന്താണ്? മറുപടി ആരോഗ്യം എന്നാണ്. ഇനി ഇങ്ങനെയല്ല ചോദ്യമെങ്കിൽ കിം ഭാഗ്യം എന്ന് മാത്രം ചോദിക്കാം. എന്താണ് ഭാഗ്യം? അത് വളരെ വിപുലമായ ചോദ്യമാണ്. കാരണം ഏത് മേഖലയിലുള്ള ഭാഗ്യമാണ് ചോദിക്കുന്നത്? അതുകൊണ്ട് ഉത്തരം പറയുകയാണ്, ദേഹവതാം ആരോഗ്യം, ദേഹമുള്ളവർക്ക് ആരോഗ്യമാണ് ഭാഗ്യം. ഇവിടെ ജീവിതത്തിൽ എല്ലാ സമൃദ്ധികളെയും ഐശ്വര്യങ്ങളെയും നമുക്ക് ലഭിക്കുന്നത് പുരുഷ പ്രയത്നം കൊണ്ടാണ്. ഇനി ചിലപ്പോൾ നമ്മൾ എത്ര പ്രയത്നിച്ചിട്ടും ഒരു ലബ്ധിയുമില്ല, ഒന്നും പ്രയത്നിക്കാതെ തന്നെ ലഭിക്കുന്നുണ്ട് എന്നുള്ള സാഹചര്യങ്ങളെയൊക്കെ അനുഭവിക്കാറുണ്ട്. അവിടെ നമ്മൾ പറയും അത് ഭാഗ്യമാണ്, വിധിയാണ്, തലയിലെഴുത്താണ്, യോഗമാണ്, ഈശ്വര നിശ്ചയമാണെന്നൊക്കെ പലപ്പോഴും പല വാക്കുകൾ പറയും. പക്ഷെ പരമാർത്ഥത്തിൽ കാര്യമുണ്ടെങ്കിൽ കാരണത്തിൽ നിന്നേ ഉണ്ടാവൂ. കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ല. അകസ്മാത് ഒന്നും സംഭവിക്കില്ല. ആകസ്മികം എന്നൊന്നില്ല. നമ്മൾ വളരെ തെറ്റായി പറയുന്ന ഒരു പദമാണ് ആകസ്മികം എന്ന പദം. ആകസ്മികമില്ല. ആകസ്മികമുണ്ടെന്ന് സമർത്ഥിക്കുകയാണെങ്കിൽ ലോകത്തിൽ ഒരു ശാസ്ത്രവും നിലനിൽക്കില്ല. ഒരു ശാസ്ത്രവും. അതിന് ഭൗതിക ശാസ്ത്രമെന്നോ ആധ്യാത്മിക ശാസ്ത്രമെന്നോ ഒന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ശാസ്ത്രങ്ങളുടെയും നിലനിൽപ്പ് കാര്യകാരണ ബന്ധത്തിലാണ്. അപ്പോൾ ഒരാൾക്ക് ഭാഗ്യം, തലയിലെഴുത്ത്, യോഗം, വിധി, ഈശ്വര നിശ്ചയം എന്നൊക്കെ പറഞ്ഞ് ചിലത് ലഭിച്ചുവെങ്കിൽ അതും അയാളുടെ കർമ്മത്തിൻ്റെ ഫലം തന്നെ ആയിരിക്കണം. ഇന്നുള്ള കർമ്മം കാണപ്പെടുന്നില്ലെങ്കിൽ ഇന്നലെകളിലെ കർമ്മമാകണം. ഈ ജന്മത്തിലെ കർമ്മമല്ലെങ്കിൽ മുജ്ജന്മങ്ങളിലെ കർമ്മങ്ങളാവണം. അതിൽ സംശയമില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏതൊരു പുരുഷപ്രയത്നം ചെയ്യണമെങ്കിലും അത് ശാസ്ത്രസ്വാധ്യായമാകട്ടെ, വ്രതങ്ങളാകട്ടെ, പഠനമാകട്ടെ, എന്തെങ്കിലുമൊക്കെ ശാരീരികമായ പ്രവർത്തനം ചെയ്യുന്നതാകട്ടെ, മാനസികമായ പ്രയത്നം ചെയ്യുന്നതാകട്ടെ, ഏതോ ആവട്ടെ, പഠിക്കുന്നതാവട്ടെ, എല്ലാം നടക്കണമെങ്കിൽ ശരീരത്തിന് ആരോഗ്യം നിർബന്ധമാണ്. അതുകൊണ്ടാണ് ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് ആയുർവേദജ്ഞന്മാർ പറയുന്നത്. ധർമ്മത്തിൻ്റെ ആദ്യ സാധനമാണ് ശരീരം. ശരീരം ഞാൻ എൻ്റെ എന്നൊന്നും അഭിമാനിച്ചാരും കഴിയേണ്ട. പക്ഷേ തൻ്റെ ഉപാധിയായ ശരീരത്തെ വേണ്ടത് വണ്ണം പരിപാലിച്ചാലേ, പരിരക്ഷിച്ചാലേ തനിക്ക് പുരുഷാർത്ഥ പ്രവർത്തനം ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് വേണ്ടതുപോലെ അതിനെ പോഷിപ്പിക്കണം. രോഗങ്ങളും മറ്റും വരുമ്പോൾ ചികിത്സിക്കണം. ശരിയായ പഥ്യവും ജീവിതക്രമവും പാലിക്കണം. അങ്ങനെ ആരോഗ്യം നിലനിർത്താൻ നമ്മൾ പരിശ്രമിക്കണം. പരിശ്രമിക്കാനേ നമുക്ക് സാധിക്കൂ. അങ്ങനെ ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പ്രവൃത്തിയും ചെയ്യാൻ കഴിയൂ. അതുകൊണ്ടാണ് ഭാഗ്യം എന്താണെന്നുള്ള ചോദ്യത്തിന് ആരോഗ്യം എന്ന് മറുപടി പറയാൻ കാരണം. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, കഹ ഫലി. കഹ ഫലി, ഫലമുള്ളത് ആർക്കാണ്? ആർക്കാണ് ഫലമുണ്ടാകുന്നത്? സാമാന്യമായി ചിന്തിച്ചാൽ കർമ്മം ചെയ്യുന്നവർക്കൊക്കെ ഫലമുണ്ടാകുന്നു. കർമ്മം ചെയ്യുന്നവർക്കൊക്കെ ഫലം ഉണ്ടാകുന്നുണ്ട്. ആ ഫലം അനുകൂലമെന്നോ പ്രതികൂലമെന്നോ ഒന്നും ചോദിച്ചിട്ടില്ല. ഫലമുണ്ടാകുന്നത് ആർക്കെന്നാണ് ചോദിച്ചത്. കൂടുതലുണ്ടാവുക കുറച്ചുണ്ടാവുക ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ വാസ്തവത്തിൽ അവിടെ കഹഫലി എന്നുള്ളതിന് കർമ്മി എന്നർത്ഥം പറയാം. പക്ഷെ ഇവിടെ പറയുന്നത് കൃഷികൃത് എന്നാണ്. കൃഷി ചെയ്യുന്നവൻ, കൃഷിക്കാരൻ, കൃഷികൃത്. കൃഷി ചെയ്യുന്നവന് നിശ്ചയമായി ഫലം ഉണ്ടാവും. വിതച്ചാൽ കൊയ്യാം, പണിയെടുത്താൽ അതിൻ്റെ ഫലം നേടാം. മടിയനായ അലസനായി ഇരുന്നാൽ ജീവിതത്തിലൊന്നും നേടാൻ കഴിയില്ല. അപ്പോൾ കൃഷികൃത് മനുഷ്യനെ കാർഷിക വൃത്തിയിലേക്ക്, കൃഷിയിലേക്ക്, അഥവാ അതിനാൽ ഉപലക്ഷിതമായ അർത്ഥം പറയട്ടെ, അവനവൻ്റെ പ്രവർത്തനത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു വാക്യമാണിത്. കൃഷി ചെയ്യുന്നവനേ ഫലം ഉണ്ടാവുള്ളൂ, നോക്കി നിൽക്കുന്നവന് ഫലം ഉണ്ടാവില്ല.
ഇപ്പോൾ കൃഷികൃത്. കൃഷി എന്നുള്ളത് വളരെ പദത്തെ നിഷ്കർഷിച്ച് പറഞ്ഞാൽ കൃഷി ഭൂവിലേഖനെ എന്നാണ്. ഭൂമി ഉഴുതുമറിക്കുക എന്നുള്ളതാണ് കൃഷി. അപ്പോൾ മണ്ണിൽ ജോലി ചെയ്ത് ഭൂമി ഉഴുതുമറിച്ച് അഥവാ കിളച്ച് മറിച്ച് അവിടെ സസ്യങ്ങളെ വളർത്തി അതിൽ നിന്ന് ഫലമെടുക്കുന്ന അതാണ് കൃഷികൃത്. അത് ഉപലക്ഷണാർത്ഥത്തിലെടുത്താൽ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയൊക്കെ നമുക്കതിൽ ഉൾപ്പെടുത്താം. എങ്കിലും അടിസ്ഥാന തൊഴിൽ കാർഷിക മേഖല തന്നെയാണ്. അടിസ്ഥാന മേഖല കാർഷിക മേഖലയാണ്. എപ്പോൾ നമ്മുടെ അടിസ്ഥാന മേഖല മാറുന്നുവോ അത് സ്ഥായിയായ ഒരു മികവ് ആ സമൂഹത്തിനോ രാഷ്ട്രത്തിനോ ഉണ്ടാവില്ല. കാരണം അവരെപ്പോഴും മറ്റുള്ളവരെ, മറ്റ് രാഷ്ട്രങ്ങളെ, മറ്റ് സമൂഹങ്ങളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അടിസ്ഥാന മേഖല കാർഷിക വൃത്തിയാണെന്നറിയണം. അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ കൃഷിയുടെ പ്രാധാന്യവും മഹിമയും നമ്മൾ ബോധിപ്പിക്കണം. കർഷകൻ്റെ മഹിമ, കർഷകൻ്റെ പ്രാധാന്യം നമ്മൾ ബോധിപ്പിക്കണം. ഇത് പറയാൻ കാരണം ഇന്നത്തെ സമൂഹത്തിൽ, വിശേഷിച്ച് കേരളത്തിൽ, കാർഷിക വൃത്തിക്ക് വേണ്ടതായ ആദരവ് ലഭിക്കുന്നില്ല. കൃഷിക്കാരനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്നുള്ള ധാരണ വരുന്നില്ല. കൃഷിക്കാർക്ക് പോലും ഞങ്ങൾ കൃഷിക്കാരാണെന്ന് പറയാൻ എന്തൊരു മടിയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ തൊഴിൽ മേഖല, അടിസ്ഥാന മേഖല കൃഷിയാണ്. അതാണ് ഈ ലോകത്തെ മുഴുവൻ തീറ്റിപ്പോറ്റുന്നത്. മറ്റേത് മേഖലയിൽ കഴിയുന്നവർക്കും ഭക്ഷണം അനിവാര്യമാണല്ലോ. അപ്പോൾ ഈ ഒരു വാക്യം, ഈ ഒരു ചോദ്യവും ഉത്തരവും വളരെ ശ്രദ്ധേയമാണ്. ആരാണ് ബലി എന്നുള്ള ചോദ്യത്തിന് കൃഷികൃത് എന്ന് മറുപടി. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൽ പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് 1000 ആണ്ട് ഒരല്പനേരം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർ, അതായത് ആത്മസാക്ഷാത്കാരം നേടിയവരാണ്. ഇപ്പോൾ സമയത്തെക്കുറിച്ചുള്ള നമ്മളുടെ ചില കാഴ്ചപ്പാടുകൾ കൂടിയാണ് ഇവിടെ വരുന്നത്. നമ്മളുടെ വ്യവഹാരം, അസ്വസ്ഥമായിട്ടുള്ള മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ സമയം നമുക്ക് നീങ്ങില്ല, ഒരുപാട് സമയം. അപ്പോൾ ഇവിടെ ഈ സമയത്തെ, നമ്മുടെ ഭൗതികമായിട്ടുള്ള, നമ്മുടെ വാച്ച് പ്രകാരമുള്ള സമയമൊക്കെ 24 മണിക്കൂർ നമ്മൾ തിരിച്ചു വച്ചിട്ടുണ്ട്. പക്ഷേ യോഗികളായിട്ടുള്ളവർ, അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നവർ, അവിടെ സമയമില്ല. ഈ മനസ്സിനെയും മനസ്സിൻ്റെ വ്യവഹാരത്തെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ സമയമില്ല. എത്രയോ മണിക്കൂറുകൾ അല്ലെങ്കിൽ എത്രയോ ദിവസങ്ങൾ അവർക്ക് ഇങ്ങനെ ഈ മനസ്സിനെ പൂർണ്ണമായും പിൻവലിച്ച് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പോലും നിർത്തിവെച്ച് ഇരിക്കാൻ അവർക്ക് സാധിക്കും. വലിയ വലിയ യോഗികൾ അങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. പക്ഷേ നമ്മളുടെ ആധുനിക ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ അവർക്കത് മനസ്സിലാകാത്തത് കൊണ്ട് അവരത് അംഗീകരിക്കാറില്ല. ഇന്നത്തെ സമൂഹത്തിൽ ഒരുപക്ഷെ അത്രയും സിദ്ധിയുള്ള ആളുകളെ കാണാനും ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാം. അവരൊക്കെ എന്തുകൊണ്ടാണ് എത്രയോ മണിക്കൂറുകൾ അവരിങ്ങനെ ആ സുഖത്തിൻ്റെ, അതായത് നമ്മൾ സാധാരണഗതിയിൽ സുഖം ലഭിക്കുന്നു എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വസ്തുവിനെ ആശ്രയിച്ച് നിന്നുകൊണ്ടാണ്. ഉദാഹരണത്തിന് നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ടാകുന്നു. പക്ഷേ ആ ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ നമുക്ക് സുഖമുണ്ടാകുന്നില്ല. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് വേറൊരു
സുഖമുണ്ടാകുന്നത് ഗാഠനിദ്രയിലാണ്, ഡീപ്പ് സ്ലീപ്പിലാണ്. നമ്മളുടെ ഈ 12 മണിക്കൂറും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ വ്യവഹാരത്തിൽ ചെലവഴിച്ചിട്ട് അവശനായി വന്ന് കിടന്നുറങ്ങുമ്പോൾ എല്ലാം മറന്ന് ഉറങ്ങുകയാണ്. എല്ലാം മറന്നെന്ന് പറഞ്ഞാൽ ഈ മനസ്സ് അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ ഗാഠമായ ഒരു ഉറക്കം കഴിഞ്ഞ് കണ്ണ് തുറന്നു കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം? സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്നാണ് നമ്മുടെ ഒരു ഉത്തരം വരുന്നത്. പക്ഷേ ഇവിടെ മനസ്സ് നമ്മളോട് കള്ളമാണ് പറഞ്ഞത്. സുഖമായി ഉറങ്ങി എന്ന് പറയുന്നത് ഈ മനസ്സ് അവിടെ ഇല്ലായിരുന്നു. ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതും അവിടെയും മനസ്സില്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് മനസ്സ് ഇങ്ങനെ പറഞ്ഞത്? അപ്പോൾ പൊതുവേ മനസ്സിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. അവിടെ ആ ഡീപ്പ് സ്ലീപ്പിൽ ടൈമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് മാത്രമല്ല ഈ ഒരു സുഖം ഉണ്ടാകുന്നത്. മറിച്ച് ഇതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് സൂക്ഷ്മമായി ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്കും ആ ഒരു തലത്തിലേക്ക് മാറാൻ സാധിക്കും. പക്ഷേ ഗാഠനിദ്ര എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് കൂടിയാൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ, അതിൻ്റെ അപ്പുറത്തേക്കില്ല. പിന്നീട് സ്വപ്നവും അങ്ങനെ മാറി മറിഞ്ഞുള്ള ഒരവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിൻ്റെ വ്യവഹാരം എവിടെയാണോ അവസാനിക്കുന്നത്, അത് യോഗികളും ജ്ഞാനികളുമൊക്കെ ബോധപൂർവം ആ മനസ്സിൻ്റെ പ്രവൃത്തികളെ മാറ്റി നിർത്തുകയാണ്. അവർ അറിവ് ഉപയോഗിച്ച് മാറ്റി നിർത്തുകയാണ്. ഇപ്പോൾ യോഗികളാണെങ്കിൽ പ്രാണായാമത്തിലൂടെയും നിർവികൽപ്പ സമാധിയിലൂടെയൊക്കെയാണ് അവരത് അനുഭവിക്കുന്നത്. ജ്ഞാനിക്ക് അങ്ങനൊരു നിർവികൽപ്പ സമാധിയുടെ ആവശ്യമില്ലാത്തത് കൊണ്ട് ബോധപൂർവം ഇതെല്ലാം തൻ്റെ ദൃശ്യമാണ് എന്നുള്ള അറിവിൽ അതിനെ മാറ്റി നിർത്തുവാൻ സാധിക്കും. അങ്ങനെ വരുമ്പോഴാണ് ബാഹ്യമായിട്ടുള്ള ഇടപെടലുകളില്ലാതെ തൻ്റെ യഥാർത്ഥത്തിലുള്ള ആ സ്വരൂപത്തിൽ ആഴ്ന്നിറങ്ങുമ്പോൾ ആണ് ഈ പരയുടെ പാല് നുകരാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് നമ്മൾ പറയുന്ന 1000 ആണ്ടൊക്കെ അല്പനേരമാണ്. അപ്പോൾ സമയത്തെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും അത് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും സങ്കീർണമായിട്ട് അത് കിടക്കുകയാണ്. എങ്കിലും മഹർഷിമാരുടെ വാക്കുകൾ നമ്മൾ അവർക്ക് ചെവി കൊടുക്കുമ്പോൾ, അവരെ ശ്രദ്ധിക്കുമ്പോൾ നമ്മളും അറിയാതെ ആ ഒരു തലത്തിലേക്ക് ഉണരുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതവും നമുക്ക് കൃതകൃത്യമാക്കുവാനായിട്ട് സാധിക്കും. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഭൈരവാദനാഥം സിദ്ധിവാദനാസീനം ജാഹനം ശൂലേഹി പ്രഹ്ലാദം സർവമർമ്മസോ പരേ ബ്രഹ്മണ്യ നിർദ്ദേശേ ഭഗവത്യഖിലാത്മനേ യുക്താൽപുണ്യഫലാസന്ന പുണ്യസേവസൽക്രിയാഃ പ്രയാസേ ഭഗവതേ തസ്മിൻ ദൈത്യേന്ദ്ര പരിശംകിത ചകാര തദ്വധോപായാൻ നിർബന്ധേ ഭയോമരാം നൂനമേത വിരോധേന മൃത്യുർമേ ഭവിതാ നവാ ഇതി തം ചിന്തയാ
കിഞ്ചന്നമളാന ശ്രീമഥോമുഖം ഷണ്ടാമർക്കോ ശനസോ വിവിക്തൈതിഹോ സമുക്തസംഗൈരിഷിതോപവർഗം നഹ്യച്യുതം പ്രേതയതോ വ്യക്തമയാസോസുരാത്മജാന്മോത്പാൽ സർവഭൂതാനം സിദ്ധസ്വാദിഹ സർവദാ. കണ്ണനെ കാണുവാൻ കണ്ടൊന്നു കുമ്പിടാൻ കോവിലിൽ പോകണം രോഹിണി നാളിൽ. കണ്ണനെ കാണുവാൻ കണ്ടൊന്നു കുമ്പിടാൻ കോവിലിൽ പോകണം രോഹിണി നാളിൽ. കണ്ണന്റെ കമനീയ രൂപമൻ മനസ്സിൻ കഥകളി മുറ്റത്ത് നടനമാടി. കണ്ണൻ കഥകളി മുറ്റത്ത് നടനമാടി. കണ്ണനെ കാണുവാൻ കണ്ടൊന്നു കുമ്പിടാൻ കോവിലിൽ പോകണം രോഹിണി നാളിൽ. എരുവയിലപ്പൻ്റെ തിരുമുറ്റ കൽവിളക്കിൽ നെയ്വിളക്കേറ്റി ഞാൻ ഭജിച്ചിടുമ്പോൾ. എരുവയിലപ്പൻ്റെ തിരുമുറ്റ കൽവിളക്കിൽ നെയ്വിളക്കേറ്റി ഞാൻ ഭജിച്ചിടുമ്പോൾ. നിർമാല്യവും കണ്ട് അഭിഷേകവും കണ്ട് മുഴുക്കാപ്പു കണ്ടു ഞാൻ ധന്യനായി. നിർമാല്യവും കണ്ട് അഭിഷേകവും കണ്ട് മുഴുക്കാപ്പു കണ്ടു ഞാൻ ധന്യനായി. മുഴുക്കാപ്പു കണ്ടു ഞാൻ